നമസ്കാരം. നമ്മൾ പുതിയൊരു പാഠഭാഗത്തിലേക്ക് പോവുകയാണ്. നമ്മൾ പരിചയപ്പെടുന്നത് ചെറുകഥയും നോവലും ഒക്കെയുള്ള നമ്മുടെ സാഹിത്യ വിഭാഗങ്ങളിൽ വരുന്ന കഥാപാത്രങ്ങളെ കുറിച്ചുള്ള നിരൂപണത്തെക്കുറിച്ചാണ്. കഥയും കഥാപാത്രങ്ങളും. ഇവിടെ സാഹിത്യരൂപങ്ങളിൽ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ളത് ചെറുകഥകൾക്കാണ്. അപ്പോൾ ആ കഥകളിലെ ഓരോ കഥാപാത്രങ്ങളുടെയും മാനസിക വ്യാപാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം കഥാപാത്രങ്ങളെ നിരൂപണം ചെയ്യാനുള്ള ഒരു ശേഷി വായനക്കാരൻ എന്ന നിലയിൽ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഓരോ കഥയിലെയും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ആ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രതിഷ്ഠ നേടുക എന്നുള്ളതിനെക്കുറിച്ച്, അപ്പോൾ അത്തരം കഥാപാത്രങ്ങളെ നിരൂപണം ചെയ്യാനുള്ള ഒരു ശേഷി നേടിയെടുക്കുകയാണ് നമ്മൾ ഈ പാഠഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഥയും കഥാപാത്രങ്ങളും എന്ന് പറയുമ്പോൾ കഥയ്ക്ക് ജീവൻ നൽകുന്നതേ അതിലെ കഥാപാത്രങ്ങളാണ്. ഈ കഥാപാത്രങ്ങൾ മിക്കവാറും സാഹിത്യരൂപങ്ങളിൽ ശിഷ്ടരായ കഥാപാത്രങ്ങളുണ്ട്, ദുഷ്ടരായ കഥാപാത്രങ്ങളുണ്ട്, നന്മയുള്ളവരുമുണ്ട്, തിന്മ ഉള്ളവരുമുള്ള കഥാപാത്രങ്ങളെ നമ്മൾ കാണാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ കഥാപാത്രങ്ങൾ വ്യത്യസ്ത സ്വഭാവ രീതികളുള്ളവരായി മാറുന്നത്? അപ്പോൾ അതൊരു അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാകാം, അവരുടെ ജീവിത രീതികൾ കൊണ്ടാകാം. എല്ലായ്പ്പോഴും കഥാപാത്രങ്ങൾക്ക് സ്വഭാവ സവിശേഷത കൈവരുന്നത് അവരുടെ സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ മറ്റ് ബാഹ്യ ഇടപെടലുകൾ കൊണ്ടാണ് ഓരോ കഥാപാത്രത്തിനും ഓരോ പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ഉണ്ടാവുക. അത്തരം കഥാപാത്രങ്ങളെ നിരൂപണം ചെയ്യുകയാണ് നമ്മളൊരു അടുത്തൊരു കഥ പഠിക്കുന്നതിലൂടെ ചെയ്യുന്നത്. പ്രത്യേകിച്ചും സ്ത്രീ കഥാപാത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാചീന കാലം മുതലേ നമുക്കറിയാം, സ്ത്രീകൾ എല്ലായ്പ്പോഴും ഒരു പുരുഷ മേധാവിത്വത്തിന് കീഴിൽ അകപ്പെട്ടു പോകുന്ന ഒരു രണ്ടാം തരം കഥാപാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന നിരവധി സാഹിത്യകൃതികൾ നമ്മുടെ മുന്നിലുണ്ട്. അത്തരം സ്ത്രീകളെ പിൻനിരയിൽ നിന്ന് മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ സ്ത്രീ പുരുഷ ഭേദമന്യേയുള്ള സാഹിത്യകാരന്മാർ ശ്രമിച്ചിട്ടുമുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, രാമായണത്തിലെ സീത എന്ന കഥാപാത്രം ഒരു ദുഃഖപുത്രിയായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീതയിലൂടെ സീതയെ വളരെ വ്യക്തിത്വമുള്ളൊരു കഥാപാത്രമാക്കി നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടുണ്ട്. ചിന്താവിഷ്ടയായ സീത, രാമനെ ചോദ്യം ചെയ്യുന്ന, രാമൻ്റെ തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറയുന്നൊരു കഥാപാത്രം. അപ്പോൾ യഥാർത്ഥ രാമായണത്തിലെ സീതയിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ആധുനിക കാലത്ത് കുമാരനാശാൻ രചിച്ച ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന ആ കൃതിയിലെ സീത. ഇതുപോലെ ധാരാളം കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. രണ്ടാമൂഴം എന്ന് പറയുന്ന MDയുടെ നോവലിലെ ഒരു കഥാപാത്രമുണ്ട്, ഭീമനെ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഒന്നാമനാക്കിയൊരു നോവലാണത്. ഇതുപോലെ ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രത്തെ എഴുത്തച്ഛൻ തൻ്റെ കൃതിയിലൂടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കഥാപാത്രങ്ങൾക്ക് സ്വഭാവ സവിശേഷത കൈവരുന്നത് അതിൻ്റെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടാണ്. അത്തരത്തിലുള്ള നമ്മുടെ കഥാഗതിയെ സ്വാധീനിക്കുന്ന നമ്മുടെ കഥാപാത്രങ്ങളെ നിരൂപണം ചെയ്യാനുള്ള ശേഷി നേടുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത കഥ പഠിക്കുന്നത്. കഥയുടെ പേര് ശ്രീ ഭഗവതി. ഗീതാഹിരണ്യൻ എഴുതിയ ശ്രീ ഭഗവതി എന്ന കഥ പരിചയപ്പെടുന്നതിന് മുമ്പ് എഴുത്തുകാരിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഗീതാഹിരണ്യൻ മലയാളത്തിലെ പ്രസിദ്ധമായ സ്ത്രീപക്ഷ എഴുത്തുകാരിയാണ്. ഗീതാഹിരണ്യൻ മാതൃഭൂമി വിഷുപ്പതിപ്പിൽ 1974 പ്രസിദ്ധീകരിച്ച ദീർഘാഭാങ്കൻ എന്ന കഥയോടെയാണ് എഴുത്തുകാരി എന്ന നിലയിൽ ശ്രദ്ധ നേടിയത്. ഒറ്റ സ്നാപ്പിൽ ഒതുക്കാനാവില്ല ഒരു ജന്മസത്യം, അസംഘടിത, ഗീതാഹിരണ്യൻ്റെ കഥകൾ എന്നിവ കഥാസമാഹാരങ്ങളാണ്. കവിതകളും എഴുതിയിട്ടുണ്ട്. സ്ത്രീയുടെ നൊമ്പരങ്ങളും അസ്വാതന്ത്ര്യവും പ്രത്യേക കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിച്ചു. കണ്ണീരിൻ്റെ നനവും നർമ്മത്തിൻ്റെ തിളക്കവും അവരുടെ എഴുത്തിന് ഒരുപോലെ വഴങ്ങി. 2002 ജനുവരി 2 അന്തരിച്ചു.
കുഞ്ചുപിള്ള സ്മാരക പുരസ്കാരം, അങ്കണം പുരസ്കാരം, ജി ശങ്കരക്കുറുപ്പ് ജന്മശതാബ്ദി കവിതാ അവാർഡ്, TP കിഷോർ പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. കവിയും നിരൂപകനുമായ ഹിരണ്യനാണ് ഭർത്താവ്. ഇതിൽ നമ്മൾ എടുത്ത് പറയേണ്ടത്, ഓർമ്മിക്കേണ്ടത് സ്ത്രീപക്ഷ കഥകളുടെ രചയിതാവ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കഥാപാത്രത്തെ നമ്മൾ നിരൂപണം ചെയ്യുമ്പോൾ ആ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ആ കഥാപാത്രം എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇനി ഗീതാ ഹിരണ്യൻ്റെ ശ്രീ ഭഗവതി എന്ന കഥയിലേക്ക്. ശ്രീ ഭഗവതി, ഗീതാ ഹിരണ്യൻ. ശ്രീ ഭഗവതി എന്ന കഥയിൽ പ്രധാന കഥാപാത്രങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. ഭർത്താവ് പൊതുകാര്യ പ്രവർത്തകനായ വ്യക്തി, ഭാര്യ വീട്ടമ്മ. പൊതുവിൽ പൊതുകാര്യ പ്രസക്തനായ ഭർത്താവിന് പുറമേ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ട് എങ്ങനെ അദ്ദേഹം തൻ്റെ വീട്ടിലെ കാര്യങ്ങളിൽ വളരെ കൃത്യതയോടെ ഇടപെടാൻ സാധിക്കും? അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ വീട്ടു ചുമതലകൾ മുഴുവനായി ഏൽക്കേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞതുപോലെ പുരുഷ കേന്ദ്രീകൃതമായൊരു സാമൂഹിക കുടുംബ വ്യവസ്ഥിതിയിൽ അകപ്പെട്ടു പോകുന്ന പെണ്ണ് എന്ന് പറയുന്ന വീട്ടമ്മയ്ക്ക് അവളുടെ മാനസികാവസ്ഥകൾ എങ്ങനെയാണ് എന്ന് ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടോടുകൂടി ഗീതാ ഹിരണ്യൻ അവതരിപ്പിക്കുകയാണ് ഇവിടെ. താഴെ നിലയിൽ ലിഫ്റ്റിനരികിലിരുന്ന പാറാവുകാരൻ സ്റ്റൂളിൽ നിന്ന് എഴുന്നേറ്റ് ബഹുമാനിച്ചത് അയാളെ നന്നായി സന്തോഷിപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള പൊതുകാര്യ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ ലിഫ്റ്റിൻ്റെ കാവൽക്കാരൻ, ലിഫ്റ്റിനരികിലുണ്ടായിരുന്ന പാറാവുകാരൻ അദ്ദേഹത്തെ ബഹുമാനിച്ചത് അയാൾക്ക് നന്നായി ബോധിച്ചു. കാരണം പുരുഷനെല്ലായ്പ്പോഴും ബഹുമാനം കിട്ടേണ്ടയാളാണെന്ന് ധരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടുത്തെ ഭർത്താവിനെ എഴുത്തുകാരി അവതരിപ്പിക്കുന്നത്. പക്ഷെ ഒരു കാരണമുണ്ട്, അയാൾ വളരെ സന്തോഷവാനായിട്ടല്ല വീട്ടിലേക്ക് വരുന്നത്. കാരണം വീട്ടിലേക്ക് വരുമ്പോൾ താമസിച്ചെത്തുന്നതിനുള്ള, വൈകി എത്തുന്നതിൽ സ്ഥിരമായും ഭാര്യ പരാതി പറയാറുണ്ട് എന്നുള്ളത് അയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് കയറാൻ മടിച്ച്, കറണ്ടില്ല. അപ്പോൾ കറണ്ടില്ലാത്തത് കൊണ്ട് തന്നെ ലിഫ്റ്റ് പ്രവർത്തിക്കില്ല. ലിഫ്റ്റിലെ പടികൾ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ തൻ്റെ സ്വന്തം ഫ്ലാറ്റിൻ്റെ വാതിലിൽ തട്ടുമ്പോൾ അയാൾക്കറിയാം ഭാര്യയുടെ മുഖം മുഷിഞ്ഞതാവും. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ലാവകളുടെ സമുദ്രമാണ് ഉള്ളിലെന്നതിൻ്റെ സൂചന. ഭാര്യയുടെ മുഖം മുഷിഞ്ഞതാവും, ഉള്ളിൽ ലാവ എപ്പോൾ വേണേലും പൊട്ടിത്തെറിക്കാം. ഇവിടെ ഭർത്താവിന് ഭാര്യയോട് സ്നേഹക്കുറവൊന്നുമില്ല, ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ തന്നെ നാട്ടുകാർ മറ്റുള്ളവർ ബഹുമാനിക്കുന്നത് പോലെ അത്രത്തോളം തൻ്റെ ഭാര്യ ബഹുമാനിക്കുന്നില്ലെന്ന പരാതിയുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് മനസ്സിലുണ്ട് ഒരു പ്രശ്നങ്ങളിലേക്കാണ്, വീട് എന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെ ഒരു ഇടത്തിലേക്കാണ് അയാൾ കയറി ചെല്ലേണ്ടുന്നത്. തോളിൽ ചാഞ്ഞുറങ്ങുന്ന മകളുമായാണ് ഭാര്യ വാതിൽ തുറന്നത്. അയാൾ കുട്ടിയെ മെല്ലെ ഒന്ന് തട്ടി. അപ്പോൾ ഭാര്യ വന്ന് വാതിൽ തുറന്നു, കുട്ടി ചുമലിലുണ്ട്. അച്ഛൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ അയാൾ കുട്ടിയെ ഒന്ന് തട്ടി. പക്ഷെ ഭാര്യ പറഞ്ഞു, ഉണർത്തണ്ട, അവൾക്ക് സുഖമില്ല, കൊച്ചിന് പനിയാണ്. അപ്പോൾ ഭാര്യ കാത്തിരിക്കുന്നത് ഈ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഭർത്താവിൻ്റെ വരവിനായി. അപ്പോൾ ഭർത്താവ് വന്ന ഉടനെ അവൾ ആവശ്യം പറഞ്ഞു, കുഞ്ഞിന് നല്ല പനിയുണ്ട്, എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ വന്നപ്പോൾ തന്നെ ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം, മുഖത്ത് ചുവന്ന തിണർത്ത പാടുണ്ട്, പനിയുടെ ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മെനഞ്ഞാന്ന് തന്നെ വരുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? പിന്നെ ഓരോരോ ഏർപ്പാടുകളായി കാണുമല്ലേ വീട്ടിലെ ഭാര്യയെയും കുഞ്ഞിനെയും നോക്കുന്നതിലുപരി നിങ്ങൾ പൊതുകാര്യങ്ങൾ നോക്കാനാണല്ലോ ഇഷ്ടം. അപ്പോൾ പുതിയ എന്തോ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും വൈകിയതല്ലേ എന്ന് ഭാര്യ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യയുടെ ഉദ്ദേശ്യം ശുദ്ധി അയാൾ ചോദ്യം ചെയ്യുന്നു മനസ്സുകൊണ്ട്. കാരണം
പുതിയ വല്ല ഏർപ്പാടുണ്ടായി കാണില്ലെന്ന് പറയുമ്പോൾ തൻ്റെ പൊതുകാര്യത്തെക്കുറിച്ചല്ല അവൾ ഉദ്ദേശിക്കുന്നതെന്നും അതിനും അപ്പുറത്തേക്ക് തന്നെ എന്താണ് മോശക്കാരനാക്കാനുള്ളൊരു ശ്രമം അവളുടെ ഭാഗത്തുണ്ടെന്നും ഭർത്താവിന് വെറുതെ തോന്നി. ഭാര്യ ഉദ്ദേശിക്കുന്ന അയാളുടെ പൊതുകാര്യ പ്രവർത്തനത്തെയാണെന്ന് അയാൾക്ക് അറിയാതെയല്ല, എന്നാലും അയാളൊന്ന് ഇളിഞ്ഞു. കാരണം മന്ത്രിമന്ദിരങ്ങളും അതിന് കാവൽ നിൽക്കുന്ന രാഷ്ട്രീയ ദല്ലാളുകളും ഒറ്റുകാരും എല്ലാം ചേർന്നൊരു തിരുവനന്തപുരത്ത് പോയിട്ട് വരികയാണ് ആരുടെയോ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ മന്ത്രിമന്ദിരത്തിൻ്റെ അല്ലെങ്കിൽ ആ തിരുവനന്തപുരത്തെ ഒന്ന് വരച്ചിടുന്നത് ഇങ്ങനെയാണ്: മന്ത്രിമന്ദിരങ്ങളും അതിന് കാവൽ നിൽക്കുന്ന രാഷ്ട്രീയ ദല്ലാളുകളും ഒറ്റുകാരും എല്ലാം ചേർന്ന രാഷ്ട്രീയ പരിസരം. അങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഇവിടെ കഥാകാരി വരച്ചിടുന്നത്. അപ്പോൾ പലപ്പോഴും പല നിവേദനങ്ങൾ കൈമാറാനൊക്കെയാണ് അയാൾ തിരുവനന്തപുരത്തേക്ക് എത്തുക. പക്ഷെ ആ നിവേദനങ്ങൾക്കൊന്നും പലപ്പോഴും വിലയൊന്നും കിട്ടിയിട്ടില്ല എന്ന് അയാളുടെ ഉള്ളിൽ അയാൾക്ക് അറിയുകയും ചെയ്യാം. എങ്കിലും തിരുവനന്തപുരത്തിൻ്റെ ഓർമ്മകളെ അയാൾ ഭാര്യയോട് ചായ ചോദിച്ചുകൊണ്ട് അവസാനിപ്പിച്ചു. ചായക്കൊതിയിൽ തൽക്കാലം അയാൾ തിരുവനന്തപുരത്തെ കൊണ്ടു കളഞ്ഞു. കൊച്ചിനെ കിടത്തട്ടെ, എന്നിട്ട് തരാം. അയാൾ സെറ്റിയിൽ ഒതുങ്ങിയിരുന്നു. മകൾക്ക് കിടക്കാനിടമൊരുക്കി. അവൾ കുട്ടിയെ അരികിൽ കിടത്തി പുറം കൈകൊണ്ട് കുട്ടിയുടെ ചൂടളന്ന് അയാൾ ഉത്കണ്ഠപ്പെട്ടു. നല്ല പനി, ഡോക്ടർ കാണിച്ചോ? പെട്ടെന്നായിരുന്നു ഭാര്യ പറഞ്ഞത്. ഇല്ല, നിങ്ങളും കൂടി വന്നിട്ട് കാണിക്കാമെന്ന് വെച്ചു. അത് അയാളെ പ്രകോപിപ്പിച്ചു. പിന്നെ എന്തൊക്കെ കാര്യത്തിനാണ് എന്നെ കാത്തത്? നിസ്സാര കാര്യമാണ്. ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോലും തനിയെ പോകാൻ വയ്യ കൊച്ചമ്മയ്ക്ക്. അപ്പോൾ ഉള്ളിലെ ദേഷ്യം മറ്റൊരു പദമായിട്ട് പുറത്തു വന്നു. കൊച്ചമ്മയല്ലേ, വീട്ടിൽ തന്നെ ഇരിക്കത്തുള്ളൂ, പുറത്തോട്ട് കൊച്ചിനെ കൊണ്ടുപോകാൻ പോലും പറ്റില്ലല്ലോ എന്ന മട്ടിൽ കൊച്ചമ്മ എന്ന വാക്കിൽ അയാൾ ഭാര്യയെ ആക്ഷേപിച്ചു. ഭാര്യ മിണ്ടിയില്ല. കാരണം അനാവശ്യമായൊരു ക്ഷോഭമോ സംസാരമോ ഉണ്ടായാൽ പനി പിടിച്ച് തളർന്നുറങ്ങുന്ന കുഞ്ഞുണരും. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഉണർത്താൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഭാര്യ അത് സഹിച്ചു. പക്ഷേ അപ്പോൾ അയാളുടെ ഉയർന്ന സംസാരം കേട്ടിട്ട് കുഞ്ഞ് ഉണർന്നു. ആ കുഞ്ഞിൻ്റെ കുഞ്ഞിനെ തട്ടി ഉറക്കാനുള്ള ശ്രമവും പരാജയപ്പെട്ടു. കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം ആ കുഞ്ഞ് തൻ്റെ പാതി നിർത്തിയ ഉറക്കത്തിലേക്ക് ശിഥില സ്വപ്നങ്ങളിലേക്കും മടങ്ങി. പനി പിടിച്ച കുഞ്ഞാണ്, അവളുടെ സ്വപ്നങ്ങൾ ശിഥിലങ്ങളാണ്, വയ്യായികയുണ്ട്. അവൾ പിന്നെയും ഉറങ്ങുകയാണ്. ഇനി ഭാര്യയ്ക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാം. ഭാര്യ കുഞ്ഞിനെ ഉറക്കി അടുക്കളയിലേക്ക് അയാൾക്കുള്ള ചായ എടുക്കാനായിട്ട് പോയി. കുറേ നേരം കുഞ്ഞിൻ്റെ അടുത്തിരുന്നതിന് ശേഷം അയാൾ അടുക്കളയിലേക്ക് ചെന്നു. അത് അയാളുടെ ഒരു പതിവാണ്. ഭാര്യ അടുക്കളയിൽ ചായ ഇടുകയും മറ്റും ചെയ്യുമ്പോൾ അവൾക്കരികിലിരുന്ന് അവിടെ അരികിലേക്ക് ചെന്നിരിക്കുക എന്നുള്ളതാണ്, അവളോട് സംസാരിക്കുക എന്നുള്ളത് അയാളുടെ ഒരു പതിവാണ്. ഇന്നും അത് തന്നെ ചെയ്തു. അയാൾ ചായ ഇട്ടുകൊണ്ടിരിക്കുക, ചായയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അടുക്കളയുടെ സ്ലാബിന്മേൽ അയാൾ കയറിയിരുന്നു. എന്നിട്ട് ഭാര്യയോട് സംസാരിച്ചപ്പോൾ ഭാര്യയുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: പാലില്ല, പാൽപ്പൊടി ചേർത്ത് തരട്ടെ. അയാൾക്ക് പാൽപ്പൊടി ചായ ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ അതിപ്പോൾ പറയാൻ വയ്യ. കാരണം ആഭ്യന്തര യുദ്ധങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. തൻ്റെ പൊതുകാര്യങ്ങളുടെ നേർക്ക് ഭാരിച്ച വീട്ടിലെ ഉത്തരവാദിത്വങ്ങൾ പറയുമ്പോഴൊക്കെ ഒഴിഞ്ഞുമാറുന്ന ഭർത്താവാണ് അയാൾ. അയാൾക്ക് നാട്ടുകാരുടെ കാര്യമൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ സ്വന്തം കുഞ്ഞിന് പനി പിടിച്ച കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള സമയം ഇല്ല. കൊച്ചമ്മയ്ക്കത് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ആൾ. അതുകൊണ്ട് തന്നെ ഭാര്യയിൽ നിന്ന് എപ്പോൾ വേണേലും ഒരു പൊട്ടിത്തെറി അയാൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പെട്ടെന്നാണ് കുട്ടി പിന്നെയും ഉണർന്നത്. കാരണം തലേദിവസമേ അവൾ ശ്വാസം മുട്ടൽ കൊണ്ട് ഉറങ്ങിയിരുന്നില്ല. അവളുടെ നെഞ്ചിൻ കൂടുകളിൽ പ്രാവുകൾ കുറുങ്ങുന്നുണ്ടായിരുന്നു എന്നാണ് അവിടെ കഥാകാരി ആ കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ തലേദിവസം ഉറങ്ങാതിരുന്ന കുഞ്ഞ് ഉറക്കം ഞെട്ടി ഉണരുമ്പോൾ അച്ഛൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ്റെ സാന്ത്വനങ്ങളോ ആശ്വസിപ്പിക്കലോ ആ കുട്ടിക്ക് പര്യാപ്തമല്ല. കാരണം അവളെ ഇതുവരെയും അച്ഛൻ അങ്ങനെ കൊഞ്ചിച്ചിട്ടില്ല. അതുകൊണ്ട് അവളെ തട്ടി ഉറക്കാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്താത്തത് കൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്: കൊഞ്ചലിൻ്റെ രാജകുമാരി. കളിയാക്കി വിളിക്കുന്നതാണ്. അമ്മ കൊഞ്ചിച്ചുറക്കിയാൽ മാത്രമേ ഉറങ്ങുള്ളൂ എന്ന മട്ടിൽ കൊഞ്ചലിൻ്റെ രാജകുമാരി എന്ന് അയാൾ അവളെ കളിയാക്കി ഉള്ളിൽ വിളിച്ചു. കാരണം എങ്ങനെ കുഞ്ഞ് അത് അംഗീകരിക്കും?
സ്ഥിരമായി അച്ഛനെ കാണുന്നില്ല, സ്ഥിരമായി അച്ഛൻ്റെ ലാളനകൾ ഏൽക്കുന്നില്ല. ഒന്നും ചെയ്യാത്തൊരു കുഞ്ഞിന് അമ്മ തന്നെ വേണ്ടേ? ആ ഒരു അവസ്ഥ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ കുടുംബനാഥൻ എന്നുള്ള മട്ടിൽ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം പോലും, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കാത്ത പുരുഷൻ, അങ്ങനെയുള്ള ഒരാളെയാണ് നമുക്കിവിടുത്തെ ഭർത്താവിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ആശ്വസിപ്പിക്കലിനൊന്നും കുട്ടി വഴങ്ങാതിരുന്നപ്പോൾ കൊഞ്ചലിൻ്റെ രാജകുമാരി എന്ന് പറഞ്ഞ് മനസ്സിലൊരു ആ കുട്ടിയെ ഒന്ന് ആക്ഷേപിക്കാൻ ശ്രമിച്ചതുപോലെ തോന്നും നമുക്ക്. അച്ഛൻ്റെ ആ കുറവുകൾ ആണെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭാഷണമായിരുന്നു കൊഞ്ചലിൻ്റെ രാജകുമാരി എന്നുള്ള വാചകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അയാളുടെ ആക്ഷേപം കേട്ട പോലെ കുട്ടി പുളഞ്ഞു. കാരണം നിന്റെ പരിചരണത്തിന് അമ്മ തമ്പുരാട്ടി തന്നെയേ പറ്റൂ എന്നുള്ളത് കുട്ടിക്ക് പോലും ഒരു ആക്ഷേപമായിട്ടാണ് തോന്നിയത്. കരയേണ്ട അമ്മ അമ്മിണിക്ക് നല്ല കഥ പറഞ്ഞു തരാമല്ലോ. കിതപ്പിനും കുറുങ്ങലിനും ഇടയിൽ കുട്ടി വിമ്മിട്ടപ്പെട്ട് അവളുടെ ഇഷ്ടം അറിയിച്ചു. കറുത്തങ്ങേലിയുടെയും വെളുത്തങ്ങേലിയുടെയും കഥ. അപ്പോൾ അമ്മ അവളെ ഉറക്കാനുള്ള ശ്രമമാണ്. അമ്മ മകൾക്ക് നല്ല കഥ പറഞ്ഞു തരാമല്ലോ. കുട്ടി ഇഷ്ടപ്പെട്ട കഥ ആവശ്യപ്പെട്ടു. കറുത്തങ്ങേലിയുടെയും വെളുത്തങ്ങേലിയുടെയും കഥയാണ് കുട്ടിക്ക് വേണ്ടത്. പെട്ടെന്ന് വാഷ് ബേസിന് ചുവട്ടിലിരുന്ന ചവറ്റുകുട്ട ചൂണ്ടി ഭാര്യ അയാളോട് ചോദിച്ചു, നോക്കിയേ, ഇതൊന്ന് താഴെ കുപ്പയിൽ കൊണ്ടിട്ട് വരാമോ? കാലുകൊണ്ട് അമർത്തി താഴ്ത്തി. ഇനി അതിലൊട്ടും സ്ഥലമില്ല. പച്ചക്കറി ശേഷിപ്പും മുട്ടത്തോടും പഴത്തൊലിയും കടലാസും ഒക്കെ കൂടി അളിഞ്ഞു ചേർന്ന് കറുപ്പ് പടർന്ന കൂട കണ്ടപ്പോൾ തന്നെ അയാൾക്ക് ഛർദ്ദിക്കാൻ വന്നു. അയ്യടാ, എനിക്ക് വെച്ചിരിക്കുന്ന ഒരു ജോലി, അത് ഇയാൾക്ക് തന്നെ കൊണ്ട് കളയരുതോ? സൂക്ഷിച്ചു വെച്ചേക്കുന്നു, എനിക്ക് തരാൻ കുന്തം. ഭർത്താവിൻ്റെ ഉള്ളിലെ യഥാർത്ഥ സ്വഭാവം പുറത്തു ചാടുകയാണ്. നമുക്കറിയാം, അടുക്കള ജോലികളെല്ലാം വീട്ടിലെ സ്ത്രീകൾക്ക് ആയിട്ട് വീതിച്ചു കൊടുത്തിട്ട് കാലം കുറേയായി. അപ്പോൾ കുട്ടിയെയും തോളിലിട്ട് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാര്യയുടെ ഒരു ആവശ്യം ലിഫ്റ്റ് ഇറങ്ങി താഴെ ചെന്ന് ആ ചവറ്റുകൂട്ടയിലെ ചപ്പ് ചവറുകളൊന്ന് കളയുക എന്നുള്ളതാണ്. വളരെ നിസാരമായ ജോലി. പക്ഷേ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ ചവറ്റുകുട്ടയിലെ ഈ ചപ്പ് ചവറുകൾ കൊണ്ട് കളയാനോ? അപ്പോൾ നിനക്ക് മറ്റൊന്നും ചെയ്യണ്ടേ? വരാൻ വേണ്ടി കാത്തിരിക്കുന്നു ഓരോന്ന് ചെയ്യിക്കാൻ. കുന്തം എന്നാണ് അയാൾ പറഞ്ഞത്. അതോടുകൂടി അതുവരെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന എല്ലാ ദേഷ്യങ്ങളും ഭാര്യയുടെ ഉള്ളിൽ നിന്നും പുറത്തു ചാടി. അതിങ്ങനെയാണ് എഴുത്തുകാരി ആവിഷ്കരിച്ചിരിക്കുന്നത്. അയാൾക്ക് ചായ കൂട്ടിക്കൊണ്ടിരുന്ന ജ്വാലാമുഖി പെട്ടെന്ന് പുറത്തേക്ക് ചീറ്റിച്ചാടി. ജ്വാലാമുഖി, അവളുടെ ഉള്ളിലെ തീനാളങ്ങളൊക്കെ, ഉള്ളിലെ ആ ദേഷ്യമെല്ലാം വാക്കുകളായിട്ട് പുറത്തു ചാടുകയാണ്. നമ്മൾ പിന്നെ വലിയ നേതാവല്ലേ, ഇതൊക്കെ തൃക്കരം കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഭരണചക്രം. അയാൾക്ക് അബദ്ധം പറ്റി. ആഭ്യന്തര വിപ്ലവം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വന്നപാടെ വഴക്കിനില്ല എന്ന് തീരുമാനിച്ചു വന്നതാണ്. പക്ഷേ ആ ഒരു ചവറ്റുകൊട്ട അവരുടെ വഴക്കിലേക്ക് കൊണ്ട് എത്തിച്ചു. കാരണം അയാൾക്ക് അബദ്ധം പറ്റി. ആഭ്യന്തര വിപ്ലവം തുടങ്ങിക്കഴിഞ്ഞു. ഇനി രക്ഷയില്ല. ഭാര്യ ഒച്ചയെടുക്കാൻ തുടങ്ങി, നിന്ദിക്കാൻ തുടങ്ങി, പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അയാളോട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കുട്ടിക്ക് വിഷമമായി. അമ്മേ തല്ലൂടണ്ടമ്മേ, അമ്മേ തല്ലൂടണ്ടമ്മേ എന്ന് കുട്ടി ഇതിനിടയിൽ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് മോളോട് ഒരു ഇഷ്ടം തോന്നി പെട്ടെന്ന്. ഈ വഴക്കിനിടയിൽ മകൾ വരുമ്പോൾ അമ്മയൊന്ന് അടങ്ങുമല്ലോ എന്നുള്ളൊരു ആശ്വാസം, ഒരു സ്നേഹമായോ അയാൾക്ക് മകളോട് തോന്നി. ചായക്കപ്പിന് വേണ്ടി ഒരു ചായയ്ക്ക് വേണ്ടി കാത്തിരുന്നതാണ്. പക്ഷെ ആ ചായക്കോപ്പയിലേക്ക് കൊടുങ്കാറ്റുകളെ അഴിച്ചു വിടുകയാണല്ലോ താൻ ചെയ്തതെന്ന് അയാൾക്കപ്പോൾ ഒരു കുറ്റബോധം തോന്നി. ചായക്കപ്പിന് വേണ്ടി കാത്തിരുന്ന് ചായക്കപ്പിലേക്ക് കൊടുങ്കാറ്റുകളെ അഴിച്ചു വിടുകയാണ് താൻ ചെയ്തതെന്ന് അയാൾക്ക് അബദ്ധം പറ്റിയതായിട്ട് മനസ്സിലായി. ഇനി എന്ത് ചെയ്യാൻ? കാറ്റിനെ അഴിച്ചുവിടാനല്ലാതെ പിടിച്ചു കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനൊരു അവസാനമുണ്ട്. ഇത് വഴക്കിലേ അവസാനിക്കൂ, അത് അവസാനിക്കും. എന്നാൽ അടുക്കളപ്പുക അയാളെ അവിടെ ഇരുത്തി പൊറപ്പിച്ചില്ല. പറ, എങ്ങോട്ടാ തെണ്ടാൻ പോയത്? ഏത് മൂധേവിയായിരുന്നു കൂടെ?
അവൾ അവളുടെ ആയുധങ്ങൾ പ്രയോഗിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, കുറ്റപ്പെടുത്തലുകളായി, പൊട്ടിത്തെറിക്കലുകളായി അവൾ അവളുടെ ആയുധങ്ങൾ ഓരോന്നായിട്ടെടുത്ത് വീശാൻ തുടങ്ങി. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം പ്രവണത ഇവിടെ കഥാകാരി പറയുന്നുണ്ട്. ജയിക്കാൻ വേണ്ടി ഭർത്താവിനെ മോശക്കാരനാക്കുന്ന ഒരു പ്രവണത അതിവിടെയും കണ്ടു. അയാൾ ചോദിച്ചു, എങ്ങോട്ടാ തെണ്ടാം? ഭാര്യ ചോദിക്കുകയാണ്, എങ്ങോട്ടാ തെണ്ടാൻ പോയത്? ഏത് മൂദേവിയായിരുന്നു കൂടെ? അപ്പോൾ ജയിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് പരസ്ത്രീ ബന്ധത്തെ കാണുന്ന ഒരു എന്താണ് ഒരു സ്വഭാവം നമ്മുടെ സ്ത്രീകൾ പരസ്ത്രീ ബന്ധം ആരോപിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ പൊതുവെ സ്ത്രീകൾക്കിടയിലുണ്ട് എന്നുള്ളതിനെ ഒന്ന് അവതരിപ്പിക്കുക കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ അയാളുടെ സ്ത്രീബന്ധ കഥകൾ നിറച്ചു വെച്ചൊരു പടക്കപ്പുരയാണ്. ഇനി അത് പൊട്ടിത്തെറിക്കും. അപ്പം യഥാർത്ഥത്തിൽ അങ്ങനെ ഇല്ല. പക്ഷേ എങ്കിലും ജയിക്കാൻ വേണ്ടി സ്ത്രീബന്ധ കഥകൾ പറയുക ഇവളുടെ സ്ഥിരമുള്ള ഒരു ജോലിയാണ്. അത് അയാൾക്ക് അറിയാം. ഒരു പൊതുകാര്യ പ്രസക്തന് സ്ത്രീലോകം പുരുഷലോകം ഒന്നൊന്നുമില്ല. അവർക്ക് രണ്ടുപേരും തുല്യര് തന്നെയാണ്. അപ്പോൾ ആ ചോദ്യം അയാളെ ഇങ്ങനെ ഞെട്ടിച്ച് ആ ചോദ്യത്തിൽ അയാൾ ഉലഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത്. ഭാര്യ ഒറ്റ ചാട്ടത്തിന് ആ ഫോണ് കൈക്കലാക്കി. മറുതലയ്ക്കൽ സംസാരിച്ചിരുന്ന ആളോട് തീതുപ്പുകയാണ് ഇപ്പോൾ അവളുടെ സംഭാഷണം. അപ്പോൾ അയാൾക്കറിയാം മറുതലയ്ക്കുള്ള ആൾ വല്ലാത്ത വിഷമാവസ്ഥയിലായിട്ടുണ്ടാകും. ആ ഫോൺ ചാടിക്കിടന്ന് ഒറ്റ ചാട്ടത്തിന്, ഒറ്റ കുതിരച്ചാട്ടത്തിന് എന്നാണ് പറഞ്ഞത്. ഒറ്റ കുതിരച്ചാട്ടത്തിന് അയാൾക്കുള്ള ആ ഫോൺ കയ്യിലെടുത്ത് മറുവശത്ത് സംസാരിച്ചു വെച്ചിട്ട് ആ സ്ത്രീബന്ധ കഥകൾ പിന്നെയും ആവർത്തിക്കുകയാണ് ആ ഭാര്യ. ഓരോ വന്ന് കയറിയില്ല, അതിനു മുമ്പ് വിളി തുടങ്ങി. ഓരോരോ നാത്തൂന്മാർ എവിടെയൊക്കെ ഉണ്ടോ എന്തോ, ഇനി ആരോടൊക്കെയാണോ എന്തോ ഞാൻ മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് അയാളുടെ സ്ത്രീബന്ധ കഥകളുടെ കെട്ടുകൾ അഴിച്ചിടുകയാണ് അവൾ. അപ്പോൾ ആ ഫോൺ എടുക്കാൻ പോയ തക്കത്തിന് ഭർത്താവ് അവിടെ നിന്നും രക്ഷപ്പെട്ടു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ ഇരിപ്പിടം മറ്റൊരിടത്തിലേക്ക് അടുക്കളയിൽ നിന്നും മാറിപ്പോയി. ചെല്ലു ചേട്ടാ, എറണാകുളത്തേക്കോ തൃശ്ശൂർക്കോ അവൾ വിളിക്കുന്നിടത്തൊക്കെ ചെന്നോ, അല്ലെങ്കിൽ നാത്തൂന്മാർ എല്ലാവരും കൂടി എന്നോട് പോരെടുക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാളെ പരമാവധി ആക്ഷേപിക്കാൻ പറ്റുന്ന വിധത്തിലൊക്കെ ആക്ഷേപിക്കുകയാണ് അവൾ. അപ്പോൾ ഭർത്താവ് ആലോചിക്കുന്നുണ്ട്, ആരോപണങ്ങൾക്ക് വ്യത്യസ്തത ഉണ്ടായിരുന്നെങ്കിൽ യുദ്ധായുധങ്ങളെങ്കിലും മാറി പരീക്ഷിക്കാമായിരുന്നു. കാരണം സ്ഥിരമായിട്ട് ഇതിപ്പോൾ ഒരേ ആയുധം, ഒരേ അടവ്, ഒരേ ഉറുമേ. അയാൾക്ക് മടുത്തു. അപ്പോൾ സാരിത്തുമ്പ് വലിച്ചിരുന്ന കുട്ടി അവളുടെ മറന്നുപോയ ആവശ്യം പെട്ടെന്നോർത്തു. അമ്മയും അച്ഛനും തമ്മിൽ തല്ലുകൂടുന്നതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്ന മകള് പെട്ടെന്ന് അവളുടെ ആവശ്യം ഒന്നുകൂടി ഓർക്കുകയാണ്. അമ്മേ, കഥയുടെ ബാക്കി പറയൂ. വൈകുണ്ഠത്തിലെത്തിയപ്പോൾ ശ്രീ ഭഗവതി എന്നിട്ട് പറയൂ അമ്മേ. വൈകുണ്ഠമല്ല, തീക്കുണ്ട, മിണ്ടാണ്ടിരി. അമ്മ മകളോടും ദേഷ്യപ്പെടുകയാണ്. കഥയും ഇല്ല, വൈകുണ്ഠവും ഇല്ല. എന്താണ് ഇവിടെ? വൈകുണ്ഠമല്ല, തീക്കുണ്ടമായി വീട്. ആ തീക്കുണ്ടം എന്ന് പറയുന്നിടത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരവാദിത്വങ്ങളും ചുമതലകളും മുഴുവൻ ശിരസിലേറ്റപ്പെട്ട സ്ത്രീകളുടെ ഒരു ദയനീയാവസ്ഥ അവിടെ നമുക്ക് കാണാം. കാരണം ഭർത്താവിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഭർത്താവിൻ്റെ പൊതുകാര്യ പ്രസക്തിയെക്കുറിച്ച് അറിയാഞ്ഞിട്ടില്ല. പക്ഷേ തൻ്റെ ഇടം, സ്ത്രീ എന്ന നിലയിൽ തൻ്റെ ഇടം സംരക്ഷിച്ച് കിട്ടാൻ ഇടമില്ലാതെ വരുമ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന മുഴുവൻ വ്യാകുലതയും അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ഭാര്യ. അതുകൊണ്ട് തന്നെ അവളുടെ ആ ജീവിതം ഒരു തീക്കുണ്ടമാണ്. അറിയാതെ അവിടെ ഉള്ളിൽ നിന്ന് ആ പദം പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥയെ തന്നെയാണ് അവിടെ കഥാകാരി എടുത്തു പറഞ്ഞിരിക്കുന്നത്. വൈകുണ്ഠമല്ല, തീക്കുണ്ടം. കുട്ടി പിന്നെയും നാണം കിട്ടു. നേരത്തെ അച്ഛൻ്റെ വാക്കുകളിൽ കുട്ടി നാണം കിട്ടു. ഇപ്പോൾ അമ്മ പറയുന്നത് കേട്ടിട്ട് അവൾ ജാള്യത്തോടെ പെട്ടെന്ന് കട്ടിലേക്ക് ഓടിപ്പോയി കിടന്നു കളഞ്ഞു. ഇപ്പോൾ അച്ഛൻ മകളുടെ രക്ഷയ്ക്കെത്തി. അങ്ങനെ നീ തോൽക്കേണ്ട കുട്ടി, നമുക്ക് ജയിക്കാനൊരു വഴിയുണ്ട്. അയാൾക്കറിയാം എത്ര ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഭാര്യയാണെങ്കിലും അവളെ ഒതുക്കാൻ, ആ വേർഡ് തന്നെ ഉപയോഗിക്കണം, ഭാര്യ എന്ന നിലയിൽ അവളെ
ആ ദേഷ്യത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള അടവൊക്കെ ഭർത്താവിനറിയാം. അപ്പോൾ ഭാര്യ അപ്പോൾ പറയുകയാണ്, അല്ല പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും ഒരു തൊയ്ര്യമുണ്ടോ, എനിക്ക് മനസ്സമാധാനം ഉണ്ടോ ഇവിടെ? എല്ലായ്പ്പോഴും ഇത് തന്നെ. തുരുത്തിൽപ്പെട്ട പട്ടിയുടെ പോലെ ഓടിപ്പോകാൻ വഴിയില്ലാണ്ടേ, കെട്ടിയിട്ടിരിക്കുന്ന പട്ടിയെ പോലെ രക്ഷപ്പെടാനൊട്ട് വഴിയില്ല. അങ്ങനെയുള്ള എൻ്റെ ആ സ്ത്രീ അവസ്ഥയെക്കുറിച്ച് പട്ടിയെപ്പോലെ തുടലിലാണ്, യജമാനൻ്റെ കയ്യിലാണ് ആ തുടൽ. അയാൾ അഴിച്ചു വിടുന്നതിനനുസരിച്ച് മാത്രം പോകാൻ സാധിക്കുന്ന, ആ ഇട്ടാവട്ടങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ടി വരുന്ന സ്ത്രീ അവസ്ഥയാണ്. അപ്പോൾ ആ തുരുത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത സ്ത്രീ, അയാൾക്കത് നന്ദി ബോധിച്ചു. അയാൾക്ക് പറഞ്ഞു, മോശമില്ല, സിക്സ്തും ഗുസ്തിയും ആണെങ്കിലും ഭാര്യയ്ക്കും ഭാവനയുണ്ട്. അയാൾ കിടപ്പുമുറിയിൽ നിന്ന് ഇരിപ്പുമുറിയിലേക്ക് വന്നു. അയാൾ തുണിച്ചാരി കസേരയിൽ ചാരിക്കിടന്നിട്ട് അയാളൊരു കാഴ്ചയിലേക്ക് തൻ്റെ അയാൾ തൻ്റെ പട്ടിയെ നോക്കുകയാണ്. ഭാര്യ പറഞ്ഞു, പട്ടിയെ കെട്ടിയിട്ട പട്ടിയെ പോലെ രക്ഷപ്പെടാൻ പറ്റില്ല. അയാൾക്ക് ഇഷ്ടപ്പെട്ടു. ഭാര്യ പട്ടി മീൻസ് തൻ്റെ വീട്ടിൽ വളർത്തുമൃഗമാകുന്ന ഭാര്യ. അപ്പോൾ അയാളുടെ സ്വപ്നങ്ങളിൽ, അയാൾ ഭാവനയിൽ കാണുകയാണ്, തുണിച്ചാരി കസേരയിൽ തെല്ല് ഒന്നാടിയമർന്ന അയാൾ തൻ്റെ വളർത്തുപട്ടിയെ നോക്കി. ഭാര്യ നോക്കുകയാണ്. ഇലക്ട്രിസിറ്റി ഓഫീസിലും പാൽപീടികയിലും ചന്തയിലും കയറിയിറങ്ങുന്ന രശീതി തുണ്ടുകൾ സമ്പാദിക്കുന്ന ഒരു പെൺപട്ടിയെ അയാൾ സങ്കല്പിക്കുകയാണ്. ഭാര്യയെ തൻ്റെ വീട്ടുപട്ടിയോട് ഉപമിച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്കെന്തോ ആ പട്ടിയോട് ഒരു അരുമ തോന്നി. അയാൾ വിചാരിക്കുകയാണ്, അയാൾക്ക് ആ വീട്ടുപട്ടിയോട് അരുമ തോന്നി. വിയർപ്പിലും മുഷിപ്പിലും ചന്തം കെട്ട് പാവം. സഹതാപത്തോടെ അയാൾ വിചാരിച്ചു, കാലം ഇത്തിരി കഴിഞ്ഞോട്ടെ, ഈ 100 കണക്കിന് അനുയായികളിൽ ഒരുവൻ എന്ന നിലയിൽ നിന്ന് വളർന്ന് ഞാനൊരു രാഷ്ട്രീയ മല്ലനായി തീർന്നോട്ടെ. അന്ന് നിന്നെ ഞാനൊന്ന് സുഖിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഡോഗി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാര്യയോട് അയാൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ തൻ്റെ അനുസരണയിൽ വളരുന്ന ഒരു വീട്ടുപട്ടി ആയിരിക്കണം അവളെന്നുള്ള നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ അവസ്ഥയൊക്കെ മാറി ഉന്നത നിലകളിൽ എത്തിച്ചേരുമ്പോൾ നിന്നെ നന്നായി ഞാൻ സംരക്ഷിക്കും, നിന്നെ ഞാനൊന്ന് സുഖിപ്പിക്കും എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ തൻ്റെ ഭാര്യയെ കാര്യക്ഷമമായി നോക്കും എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, എങ്കിലും ഇപ്പോൾ ഞാൻ നിൻ്റെ യജമാനനാണ്. എല്ലായ്പ്പോഴും സ്ത്രീക്ക് ഭർത്താവ് യജമാനനായി തീർന്നു പോയിട്ടുള്ളൊരവസ്ഥ. ഭാര്യാഭർത്തൃബന്ധത്തിൽ രണ്ടുപേർക്കും തുല്യ അധികാരങ്ങളും അവകാശങ്ങളും സ്ഥാനവുമാണെന്നിരിക്കെ ഇവിടെ തൻ്റെ അടിമയായി, അതും ഒരു വീട്ടുപെട്ടിയായി ഭാര്യയെ പരിഗണിക്കുന്ന ഭർത്താവ്. ഞാൻ പറയുമ്പോൾ എൻ്റെ പന്തുകൾ കടിച്ചു പിടിച്ചെത്തിക്കേണ്ടവൾ, ഞാൻ പറയുമ്പോൾ ഹെഡ് ആൻഡ് സീക്ക് കളിക്കേണ്ടവൾ. അപ്പോൾ ഭർത്താവിൻ്റെ ആജ്ഞാനുവർത്തിയായിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ മാത്രം അനുസരിച്ച് കഴിയുന്ന വീട്ടുപട്ടിയായിരിക്കണം തൻ്റെ ഭാര്യ എന്ന പുരുഷ മേധാവിത്വ മാനസികാവസ്ഥയാണ് ഇവിടെ വെളിപ്പെട്ടു വരുന്നത്. ആ സങ്കല്പം ഓർക്കുമ്പോൾ തന്നെ അയാൾക്ക് ചിരിക്കാൻ തോന്നുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യമായി. ഇളിക്കണ്ട, അയാൾ ഉള്ളിൽ കണ്ടതറിഞ്ഞ പോലെ ഭാര്യ പറഞ്ഞു, ഇതിപ്പോൾ പുതിയ കാര്യമൊന്നുമല്ല. 8 കൊല്ലമായി പട്ടിയുടെ തൊടലുമായിട്ടിങ്ങനെ ഒരുപാട് കാലമായിട്ട് വീടിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തതിൻ്റെ പരിഭവം പുറത്തു ചാടി. താൻ പറ, ഞാനിപ്പോൾ എന്ത് വേണം? പറഞ്ഞില്ലേ ആ കച്ചറ ഡപ്പയൊന്ന്? പിന്നെയും അത് തന്നെ പ്രശ്നം, കുപ്പത്തൊട്ടിയാണ് പ്രശ്നം. അയാൾക്ക് ദേഷ്യം വന്നു. കണ്ടൂടെ നിനക്ക്? യാത്ര കഴിഞ്ഞ് ഞാൻ ക്ഷീണിച്ചാ വന്നത്, കറണ്ടും കൂടിയില്ല, എനിക്ക് വയ്യ, പടി ഇറങ്ങി കയറാൻ. വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്തു മലമറിക്കണ പണി ചെയ്തിട്ട് നിങ്ങളിപ്പോൾ വന്നത്? അയാൾ മിണ്ടിയില്ല. നിങ്ങൾ പൊയ്ക്കോ, വല്ല ട്രാൻസ്ഫറോ മറ്റുള്ളവർക്കുള്ള മറ്റു കാര്യങ്ങളോ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൊയ്ക്കോ. ഇവിടെ വന്നാൽ ക്ഷീണമായി. എന്നാൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരണേ? അതുവരെ ജ്വലിച്ചു നിന്ന ജ്വാലാമുഖി ശോകത്തിൻ്റെ പുതിയ ഭാവത്തിലേക്ക് മാറുകയാണ്. സ്ത്രീകൾ അങ്ങനെയാണ്. കുറേയൊക്കെ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചേക്കും, എങ്കിലും കുടുംബ ബന്ധങ്ങളുടെ സുരക്ഷിതത്തെ കരുതി എന്തും സഹിക്കുന്ന
അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരുവളായി മാറാൻ അവൾക്ക് വലിയ താമസമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ അവളുടെ ആ ക്ഷോഭത്തിൽ നിന്ന് അവളുടെ സങ്കടങ്ങളിലേക്ക് മാറുകയാണ് ആ ഭാര്യ. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയപ്പോൾ ഭർത്താവ് പറയുന്നുണ്ട്, അയാൾക്ക് ഒരു അരുമത്വം ഒക്കെ തോന്നുന്നുണ്ട്, ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അവൾ പറയുന്നത് അനുസരിക്കാനോ ഡബ്ബ കൊണ്ട് കളയാനോ എന്നും അയാൾ തയ്യാറേ ഇല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവളുടെ ദേഷ്യത്തിൽ നിന്നും കരച്ചിലേക്ക് വരുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ താൻ അമ്മിണിക്ക് പറഞ്ഞു കൊടുക്കണ കഥ? വെളുത്തങ്ങേലിയുടെ അതിലാരാടോ വെളുത്തങ്ങേലിക്ക് ഐശ്വര്യം കൊടുക്കുന്നത്? അപ്പോൾ ദേവതമാരുടെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അയാൾ വിഷയം മാറ്റി ചോദിക്കുകയാണ്, നീ മോൾക്ക് അമ്മിണിക്ക് എന്ത് കഥയാണ് പറഞ്ഞു കൊടുത്തത്? അതിൽ വെളുത്തങ്ങേലിക്ക് ഐശ്വര്യം കൊടുക്കണത് ആരാ? ഭാര്യ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു യുദ്ധം അടുത്തു വന്ന സന്ദർഭത്തിൽ ആ യുദ്ധമുഖത്തു നിന്ന് അയാൾ പതിയെ ഒഴിയുകയാണ്. അങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോൾ അവളതൊരു അപ്രതീക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ അടവിനെക്കുറിച്ച് അവൾ സംശയിച്ചു. അയാൾ ആവർത്തിച്ചു, പറ ആരാ? ഇനിയിപ്പോൾ അതറിയാഞ്ഞിട്ടാ. ഇപ്പോൾ സ്വരം പരിഭവത്തിൻ്റെതായി. ചോദ്യത്തിൻ്റെ ഉദ്ദേശം ഭാര്യയ്ക്ക് മനസ്സിലായിരുന്നില്ല. എന്നാലും അവൾ പറഞ്ഞു, ശ്രീഭഗവതി. എന്താ? ശരി, നീ എൻ്റെ ശ്രീഭഗവതി ചെല്ല്, നല്ല കുട്ടിയായിട്ട് അടുക്കളയിലേക്ക് ചെല്ല്. അയാൾ അടവ് മാറ്റിച്ചവിട്ടിയതിൻ്റെ, കളം മാറ്റിച്ചവിട്ടിയതിൻ്റെ ആ ഒരു ഉദ്ദേശം ഇപ്പോഴാണ് മനസ്സിലായത്. നീയാ എൻ്റെ ശ്രീഭഗവതി. സ്ത്രീയെ അമ്മയായി ദേവിയായി ഒക്കെ വാഴ്ത്തിപ്പാടി ആരാധിച്ചുകൊണ്ട് അവളെ അടിമയാക്കിയിരുന്ന അതേ വ്യവസ്ഥിതിയിലേക്ക് ഭർത്താവിൻ്റെ മനസ്സ് ചെല്ലുകയാണ്. ഒരു സാന്ത്വനമോ നല്ല വാക്കോ കേട്ടാൽ അത് മാത്രം മതി ഒരു പെണ്ണിന്, ഭാര്യയ്ക്ക് അവളുടെ എല്ലാ സങ്കടങ്ങളും മറക്കാനെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് നീയാണ് എൻ്റെ ശ്രീഭഗവതി എന്ന് പറഞ്ഞിട്ട് അവളെ ദേവീസ്ഥാനത്തേക്ക് ഉയർത്തുന്നു വാക്കുകൾ കൊണ്ട്. അതോടുകൂടി അവളിലെ എല്ലാ രോഷവും എല്ലാ ദേഷ്യവും പമ്പ അടക്കുകയാണ്. അയാൾക്ക് അറിയാം അവളെ കൂർമ്മബുദ്ധി എന്ന് വിളിച്ചുകൂടാ. ബുദ്ധി പ്രവർത്തിക്കുന്നതിൽ അവളുടെ ആമച്ചുവട് തൽക്കാലം രക്ഷയാകും. അവൾ എതിർവാദം കണ്ടെത്തുന്നതിന് മുമ്പ് അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഭാര്യയോ ആ സമയം അടുക്കളയിൽ കിടപ്പറയിൽ ശാഠ്യം പിടിച്ചിരുന്ന കുഞ്ഞിനെ പെട്ടെന്ന് ഉറക്കി അടുക്കളയിൽ അയാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വറുത്തതും പൊരിക്കലുമൊക്കെ ആയിട്ട് എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. അവസാനം ക്ഷീണിച്ചവശയായ അയാളുടെ ശ്രീഭഗവതി കുപ്പത്തൊട്ടിയുമായി മെല്ലെ പടികൾ ഇറങ്ങാൻ തുടങ്ങി. 1, 2, 3 അങ്ങനെ എത്ര കയറ്റിറക്കങ്ങളാണ് ഒരായുസ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആയുസ് ഇതുപോലെ ചുമതലകളുടെ ഉത്തരവാദിത്തങ്ങളുടെ കയറ്റിറക്കങ്ങളിൽ പെട്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ വീട്ടിനുള്ളിൽ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ളൊരു അടിമത്വം ഈ കഥയ്ക്ക് പ്രധാന വിഷയമാക്കിയതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഇത് ശ്രീഭഗവതി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ സ്ത്രീയല്ല. കാരണം ഇവിടെ ഭർത്താവും ഭാര്യ, പ്രത്യേകിച്ച് പേരുകളൊന്നും പറഞ്ഞില്ല. ഒരുപാട് ഭർത്താവ് ഇങ്ങനെയുണ്ട്, ഒരുപാട് ഭാര്യമാരിങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ അടിമത്തം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ത്രീപക്ഷപാതപരമായി രചിച്ചിട്ടുള്ള ഒരു കഥയാണ് ശ്രീഭഗവതി. അപ്പോൾ ശ്രീഭഗവതി എന്നുള്ള കഥ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.